റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജനനം എന്ന് പറയുന്നത് ഒരു യത്തീം ആയ ഒരു വ്യക്തിയുടെ ഒരു അങ്ങേയറ്റത്തെ ഒരു അനാഥത്വം ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ചെറുപ്പത്തിൽ ജനനത്തിന് മുമ്പേ തന്നെ പിതാവ് മരണപ്പെട്ടു. ഒരു പിതാവിൻ്റെതായ യാതൊരുവിധ ലാളനകളോ പരിലാളനകളോ സ്നേഹമോ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതുവരെ പിൽക്കാലത്ത് മുല കൊടുക്കാൻ വേണ്ടി മുലയൂട്ടുന്ന സ്ത്രീകൾ വന്നപ്പോൾ പോലും മുഹമ്മദ് എന്ന കുട്ടിയെ എല്ലാ സ്ത്രീകളും ഒഴിവാക്കിയിരുന്നു. ഉപ്പയില്ലാത്ത കുട്ടിയാണ് എന്ന ഒറ്റ കാരണത്തിന്റെ പേര്. ഉമ്മയും പിന്നീട് മരിക്കുന്നുണ്ടല്ലോ. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊരു ഒരു നിമിത്തമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറുപ്പകാലത്ത് ഈ ഒരു അനാഥത്വം അനുഭവിച്ചു എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറുപ്പകാലം മുതൽക്കേ എല്ലാം ഏറ്റെടുത്തു എന്നതിന്റെ ഒരു തെളിവായിരുന്നു. എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്ത്, ഒരു പ്രവാചകന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു തന്നെ ഏറ്റെടുത്തു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദുഹയിലൂടെ പറഞ്ഞതുപോലെ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, മുഹമ്മദേ നിന്റെ റബ്ബ് ഉപേക്ഷിച്ചിട്ടില്ല, നിന്നോടൊരു പരിഭവവും റബ്ബിനില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ഓരോ ആയത്തുകളിൽ പറയുന്നു അലം യജിദക യതീമൻ ഫആവ, നിന്നെ യതീമായി കണ്ടു, പിന്നീട് നിനക്ക് അഭയം നൽകി. വവജദക ളാല്ലൻ ഫഹദ, വഴി പിഴച്ചവനായി, വഴി അറിയാതെ ഉഴലുന്ന വ്യക്തിയായി കണ്ടു, ഹിദായത്ത് നൽകി. ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന, അഭയമില്ലാത്ത അഗതിയായി നിന്നെ കണ്ടു. ഫഅഗ്ന, നിനക്ക് സമ്പത്തും ഐശ്വര്യവും ഒക്കെ നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറുപ്പത്തിലെ ഏറ്റെടുത്തു. അള്ളാഹു റസൂലിനെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകത്വം നൽകിയതൊക്കെ എടുത്തു പറയുന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം, നിനക്കറിയാത്തത് നിന്റെ റബ്ബ് നിന്നെ പഠിപ്പിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നതായി കാണാൻ കഴിയും. അഥവാ മറ്റൊരു സൃഷ്ടിയോട് പിതാവ് മാതാവ് എന്നുള്ളൊരു ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങൾ, പിതാവിലൂടെയും മാതാവിലൂടെയും കടന്നു വരാൻ സാധിക്കുന്ന ചില ആദർശപരമായും മറ്റുമുള്ള പല കാര്യങ്ങളും, അതിൽ നിന്നൊക്കെ ഒരു തട കൂടി ഇതുകൊണ്ട് ഉണ്ടായി എന്ന് സീറ രചിച്ച പണ്ഡിതന്മാർ ഉണ്ടാക്കിയതായി കാണാം, പ്രത്യേകം രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അതുപോലെ തന്നെ പിതാവിന്റെ പേരിൽ ഒരു പെരുമ നടിച്ച് പിതാവിൽ നിന്ന് കിട്ടിയ ഒരു വറാസത്ത് പോലെ നേതൃസ്ഥാനം എന്നുള്ള രൂപത്തിൽ അല്ല പ്രവാചകത്വം. അങ്ങനെ ഒരു മേന്മയല്ല പ്രവാചകനുള്ളത്. പിതാവിൽ വഴി താവഴിയായി കിട്ടിയ ഒരു പ്രവാചകത്വം അല്ലെങ്കിൽ അങ്ങനെ ഒരു മേന്മ അതല്ല. മറിച്ച് ചെറുപ്പത്തിൽ വളരെയധികം യാതനകളും കഷ്ടതകളും അനുഭവിച്ച് അനാഥനായി വളർന്ന് അനാഥരുടെയും അഗതികളുടെയും ജീവിതാവസ്ഥകൾ വളരെ സ്വന്തം ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ് അവരെയൊക്കെ പിൽക്കാലത്തൊരു സമൂഹത്തിന്റെ ഓരോരുത്തരുടെയും അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് അവരെ ആ അവസ്ഥകൾ തന്മയത്വത്തോടുകൂടി ഒരു സഹാനുഭൂതിയോടുകൂടി അങ്ങനെയുള്ള സമൂഹത്തിലെ ആളുകളെ കാണാൻ ഒരു പരിശീലനം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയെടുത്തു എന്നാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്ത് കൂടിയാണ്. പല പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അത് കാണാൻ കഴിയും. അത് മാത്രമല്ല 6 വയസ്സുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. അതും ഒരിക്കലും ഒരു യാദൃച്ഛികതയല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ പല പ്രവാചകന്മാരും അവരുടെ ചെറുപ്പകാലത്ത് ഉമ്മയുടെ ആ ഒരു ചെറുപ്പകാലത്ത് തർബിയത്ത് നഷ്ടപ്പെട്ട ആളുകളുമുണ്ട്. നഷ്ടപ്പെട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകിയ ആളുകളുമുണ്ട്. മൂസ അലൈഹിസ്സലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ അങ്ങേയറ്റത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയ്ക്ക് തിരിച്ചു നൽകിയ ആളാണ് മൂസ അലൈഹിസ്സലാം എന്ന കുട്ടി. ഈസ അലൈഹിസ്സലാം പൂർണ്ണമായി ഉമ്മയുടെ തർബിയത്തിലാണ് വളർന്നത്. അതുപോലെ തന്നെ ഉമ്മയുടെ കീഴിൽ വളരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും 6 വയസ്സുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള, സമൂഹത്തിന് മുന്നിൽ നയിക്കാനുള്ള പ്രവാചകന്മാരെ വാർത്തെടുക്കാൻ ഉമ്മമാർ ആവശ്യമുണ്ട് എന്ന പാഠം ചരിത്രത്തിൽ നമുക്ക് ഈ ഒരു സംഭവം നൽകുന്നുണ്ട്. ഉമ്മമാരില്ലാതെ പ്രവാചകന്മാർ ഉണ്ടാകുക എന്നതിലപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പയെ തിരിച്ചെടുത്തിട്ടും ഉമ്മയെ 6 വയസ്സുവരെ നിലനിർത്തിയെന്ന് പണ്ഡിതന്മാർ ആ പാഠം പറഞ്ഞിട്ടുണ്ട്. ഉമ്മ പല വിശിഷ്ട വ്യക്തികളുടെയും പിന്നിൽ പ്രവർത്തിച്ച ഒരു വലിയ പ്രേരക ഘടകമായി ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. പ്രമുഖരായ പല പണ്ഡിതന്മാരിലെ പിന്നിലും ഉണ്ടായ ഉമ്മയുടെ പ്രാർത്ഥനകളും ഉമ്മയുടെ ത്യാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് ഏറ്റവും കൂടുതൽ ഞാൻ സഹവസിക്കേണ്ട, എന്റെ സഹവാസത്തിന്, എന്റെ കൂടെ ഇരുത്തത്തിന് ആരാണ് ഏറ്റവും കൂടുതൽ അർഹ എന്ന് ചോദിച്ചപ്പോൾ 3 പ്രാവശ്യം ഉമ്മയെ എണ്ണിയത് അതുകൊണ്ട് തന്നെയാണ്. പ്രവാചകന്മാരെ, സമൂഹത്തെ നയിക്കേണ്ട പ്രവാചകന്മാർക്ക് പോലും അവരെ വളർത്തിയെടുക്കാൻ ഉമ്മമാർ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ആവശ്യം ഈ ലോകത്തുണ്ട് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്താണ്.